എന്തനുഷ്ഠാനമാണ് വേണ്ടത്? ഇത് 28-ാം അധ്യായത്തിൽ കപിലൻ പറയുന്നു. തൃതീയ സ്കന്ധം ഭാഗവതം. അവിടെ പറയുന്നു, അമ്മ, ഞാൻ ചുരുക്കി പറയാം, പുസ്തകം നോക്കണ്ട നിങ്ങൾ. 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം: കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. എന്താണ്? കൃത്യനിഷ്ഠ വേണം, അനുഷ്ഠാനം സത്സംഗം. നമ്മൾ പഠിച്ചതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ അത് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറച്ചു കിട്ടും. നിങ്ങൾ കുട്ടികളോടും മറ്റും ഒക്കെ അങ്ങനെ പറഞ്ഞ് ഇതങ്ങോട്ട് ഉള്ളിൽ ഉറപ്പിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം ജപവും ധ്യാനവും ഒക്കെ കൊണ്ട് നടക്കുക. ഒരു ദിവസം പോലും ജപിക്കാത്തതായി ഉണ്ടാവരുത്. ഡെയിലി ഒരു 108 തവണയെങ്കിലും ജപം വേണം. പറ്റിയാൽ വിഷ്ണു സഹസ്രനാമവും അതങ്ങോട്ട് ചൊല്ലി ശീലിച്ച്, അപ്പം ചൊല്ലുമ്പോഴെന്തായി? നമ്മുടെ ശ്രദ്ധ ഈ ജപത്തിലേക്ക് തിരിയും തോറും ഈ സ്വഭാവത്തിലേക്കുള്ള ശ്രദ്ധയുടെ തീവ്രത കുറഞ്ഞു വരുമ്പോൾ ഈ ശീലങ്ങളൊക്കെ ക്രമേണ മറ്റൊരു ശീലമായി മാറും. അത് നമുക്ക് എവിഡൻ്റാണ്, വളരെ അത്ഭുതകരമാണ്. ഞാൻ ചെന്നൈയിൽ സപ്താഹം നടത്തുകയാണ്. അപ്പം 4 വയസ്സുള്ള കുട്ടി, 4 വയസ്സ് പറഞ്ഞാൽ UKG ആയോ? UKG ആയില്ലേ? LKG അല്ലേ? UKG ആയോ? 4 ഇല്ല, LKG ആയിട്ടുള്ളൂ. മറ്റേ പ്രീ സ്കൂൾ കഴിഞ്ഞിട്ട് അല്ലേ? 3 പ്രീ സ്കൂൾ കഴിഞ്ഞു. പ്രീ KG ഉണ്ടല്ലോ ഇപ്പം, പണ്ടത്തെ പോലെയല്ലല്ലോ. ഇന്നിപ്പോൾ പ്രസവിച്ചാൽ എങ്ങനെ KG-യിലാക്കാൻ പറ്റുമെന്നാണ് നോക്കണത്. പിന്നെ അതിനാവാത്തോണ്ടാണ് കൊണ്ടുപോകാത്തത്. ഈ കുട്ടി ഉണ്ടല്ലോ, വെറും 4 വയസ്സുള്ള സാധനം, അത് വന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ്. അങ്ങോട്ട് ബൈഹാർട്ട് പറഞ്ഞു, ഓം വിച്ചം വിശ്വകാരോ വീത ബോധഗത് ഭാവബുധാത്മബുധ. ഉച്ചാരണമൊക്കെ നമുക്കറിയാലോ, ആ കുട്ടികളുടെ ഉച്ചാരണം. എങ്ങനെ ഇത് പതിഞ്ഞ് കിട്ടി? എന്നാൽ ഇവിടെ എത്ര പേരുണ്ട് എയറിൻ്റെ ഉള്ളിലേക്ക്? അപ്പം അത് ഏതോ ജന്മത്തിൽ അതെല്ലാം പഠിച്ചങ്ങനെ ഉള്ളിൽ വെച്ചത് ഈ ജന്മം വരുമ്പോൾ മറക്കാതെ ചൊല്ലാൻ പറ്റണം. മനസ്സിലാവുണ്ടല്ലോ? ഗീതയിൽ 6-ാം അധ്യായത്തിൽ 40-ാം ശ്ലോകം കൃഷ്ണൻ പറയും, നഹി കല്യാണകൃത് ദുർഗതിം താത ഗച്ഛതി. ആരാണോ ഇവിടെ കല്യാണകൃത്, 6-ാം അധ്യായം ഗീതയിൽ 40. നഹി എന്താണ്? നഹി സോറി, ആ ശ്ലോകം ചൊല്ലൂ. അല്ലല്ല 39 എടുക്കൂ. നഹി കല്യാണക ദുർഗതിം താത ഗച്ഛതി. അത് 2nd ശ്ലോകമാണ്. എന്താ? പാർത്ഥ നൈവേഹനാമുത്ര വിനാശത്തസ്യ വിദ്യതേ. അത് എത്രാമത്തെ ശ്ലോകം? എന്നെ എന്തിനാ വഴിതെറ്റിക്കുന്നത് ഇദ്ദേഹം? ഞാൻ 40 പറഞ്ഞു, ഇദ്ദേഹം വേറെ ഏതോ ശ്ലോകം ചൊല്ലി. ഞാൻ പറഞ്ഞു എനിക്കെന്തോ തെറ്റുപറ്റി. പൊതുവെ എൻ്റെ ബ്രെയിൻ അങ്ങനെ എന്നെ വഴിതെറ്റിക്കാറില്ല. അപ്പോൾ പാർത്ഥനൈവേഹനാമുത്ര വിനാശത്തസ്യ വിദ്യതേ നഹി കല്യാണകൃത്. അതാണ് ഓർത്ത് വയ്ക്കേണ്ടത് ആ വാക്ക്, കല്യാണകൃത്. പറയൂ. കല്യാണകൃത് എന്ന് പറഞ്ഞാൽ ആരാണ്? കല്യാണം ചെയ്തവരോ? കല്യാണം ചെയ്തവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് അവനവന് കല്യാണമാകുന്ന, മംഗളമാകുന്ന, ഉത്കൃഷ്ടത നൽകുന്ന, ശ്രേഷ്ഠത നൽകുന്ന സംസ്കാരങ്ങൾ ആരാണോ കൃത്, പരിശീലിക്കുന്ന, കൃത് എന്ന് പറഞ്ഞാൽ പരിശീലിക്കുക, കല്യാണകൃത്, അവർക്ക് ദുർഗതിം എന്തുണ്ടാവില്ല? അപ്പം ഈ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്താൽ ഉറപ്പിച്ചോളൂ, അടുത്ത ജന്മം എന്തുണ്ടാവില്ല? ഒരു ദുർഗതി ഒരിക്കലും വരില്ല. മനസ്സിലായില്ലേ? അതായത് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടാവും. കാവത്ത് തിന്നാന്നല്ല. ഇത് കാവത്ത് കൃഷി ചെയ്യുന്ന കാര്യമാണോ പറയുന്നത്?
10 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പണിയെടുത്താൽ അതിൻ്റെ ഫലം നമ്മുടെ കൂടെ ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? വെറുതെ കളയരുത് ദിവസം. എണീക്കണം, കാലത്ത് ജപിക്കണം. ആർക്ക് വേണ്ടി? ഓർക്കണം, ഈ വേണ്ടാത്ത സ്റ്റഫും കൊണ്ട് പോകണം അടുത്ത ജന്മം. എന്തിനു കൊണ്ടുപോകണം? ഇതിവിടെ വെച്ച് മാറ്റണം. അതിനാണ് ഞാൻ ജപിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഇതൊന്ന് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടികിട്ടില്ല. കാരണം നിങ്ങൾക്ക് കത്തി വെടിമരുന്നിന് തീ കൊടുക്കുന്ന പോലെ ആത്മീയത ഒരിക്കൽ വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആർക്കും പുറകോട്ട് വലിക്കാൻ അതില്ല. കാരണം നിങ്ങൾക്ക് അത്ര വ്യക്തതയാണ്. നിങ്ങളോട് പിന്നെ ആരും എണീക്കാൻ പറയണ്ട, നിങ്ങൾ എണീറ്റ് പോകും. കാരണം നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വം, നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് കൂടി. കാരണം ഇതൊരു യാത്രയാണ്, പൂർണ്ണതയിലേക്ക് എത്തണം. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ സാധാരണ രീതിയിൽ നേരത്തെ പറഞ്ഞില്ലേ, വേർപെട്ടു പോയാൽ ഇനിയും ഒരു ജന്മം നമുക്ക് ഉണ്ടല്ലോ, വരണമല്ലോ. കാരണം ഇതൊരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് വരെ യാത്രയാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയുമ്പോഴാണ് 31-ാം അധ്യായം പറയുന്നത്. ഇപ്പം ഈ 31-ാം അധ്യായം ഇനിയൊരു ജീവിതം എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അധ്യായം. ഗൈനക്ക് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഗൈനക്കോളജി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കപിലൻ എങ്ങനെ മനസ്സിലാക്കി നമുക്കറിയില്ല. 31-ാം അധ്യായം എടുത്ത് നോക്കൂ നിങ്ങൾ. അതായത് ഒരാൾ മരിക്കുക. എന്താണ് മരണം? മരണം എന്നല്ല ഞാൻ പറഞ്ഞു, ആ വാക്കിൻ്റെ ശരിക്കുള്ള വാക്ക് അതിന് പറയേണ്ട വാക്ക് വേർപിരിയല. ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് ഈ വേർപിരിയലൊക്കെ വരുന്നത്? ഇത് വളരെ ശ്രദ്ധിക്കണം, പ്രായമുള്ളവർ പ്രത്യേകിച്ചും. അതായത് കാലം ഇതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം ആ സമയമാകുമ്പോൾ ഇതിൽ നിന്നും മനസ്സ് വേർപെട്ടു പോകണം, വേർപിരിഞ്ഞു പോകണം. മനസ്സ് എങ്ങനെയാണ് വേർപിരിഞ്ഞു പോണത്? ശ്രദ്ധിക്കണം. എങ്ങനെയാണ് വേർപിരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണസമയം അടുത്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ മനസ്സിന് ബോധ്യം വരും. അപ്പോഴെന്താവും? പ്രാണൻ്റെ ജോലിയാണ് വ്യാപിച്ചു കിടക്കുന്ന ആ മനസ്സിനെ അതങ്ങോട്ട് മുകളിലേക്ക് വലിക്കാൻ തുടങ്ങും. മരണം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് നിവൃത്തികേട് കൊണ്ടാണ്. ശരിക്കും ഉപയോഗിക്കേണ്ട വാക്ക് വേർപാടാണ്. അപ്പം ആ വേർപാട് സമയത്ത് പ്രാണൻ്റെ ചലനം മുകളിലേക്കായിരിക്കും. അതുകൊണ്ടാണ് മരിക്കുന്ന ആളുകൾ ശ്വാസം മുകളിലേക്ക് വലിച്ചിട്ടാണ് മരിക്കുക. ആരെങ്കിലും മരണം അടുത്ത് കണ്ടവരുണ്ടോ? ഉണ്ടോ? വലിക്കില്ലേ മുകളിലേക്ക്? ആണോ? അങ്ങനെയാണ് മരിക്കുക. അപ്പം വളരെ ശ്രദ്ധിക്കൂ. പ്രായമാവും തോറും നിങ്ങൾ നിവർന്നിരുന്ന് ശീലിക്കണം. എന്തിനാണെന്നറിയോ? പ്രാണന് ബലം കൊടുക്കാതിരുന്നാൽ എന്തു പറ്റുമെന്നറിയോ? അപാനൻ്റെ ബലം കൂടിപ്പോവും. അപാനൻ താഴെയുള്ളത്. അപാനൻ്റെ ബലം കൂടിക്കഴിഞ്ഞാൽ പ്രാണൻ അങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റില്ല മനസ്സിനെ. 2 പുള്ളിങ് പവർ, ഒന്ന് പുള്ളിങ്ങും ഒന്ന് പുഷിങ്ങും. ഇവിടെ പ്രാണൻ പുള്ള് ചെയ്യണം, അപാനൻ പുഷ് ചെയ്യണം. ഗ്രാവിറ്റി. അപ്പം ഈ അപാനൻ്റെ ശക്തി കൂടിക്കഴിഞ്ഞാൽ മനസ്സിനെ വിട്ടുകൊടുക്കില്ല അപാനൻ. അപ്പം ഇവിടെ കിടന്ന് നരകിക്കണം. അതുകൊണ്ടാണ് അവസാനം കൊണ്ട് വെന്റിലേറ്ററിലിട്ട് കൊല്ലുന്നത്. മനസ്സിലാവുണ്ടല്ലോ? പോകേണ്ട സമയത്ത് പോവാൻ പറ്റില്ല. കാരണം ഈ അപാനൻ നമ്മളെ ഇവിടെ ഇങ്ങോട്ട് പിടിച്ചു വെച്ച് കളയും. ഇത് ഞാൻ പറയുന്നതല്ല, കൃഷ്ണൻ ഗീതയിൽ പറയുന്നതാണ്. മരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ മരിക്കണം എന്നുണ്ടെങ്കിൽ ഗീതയിൽ 8-ാം അധ്യായത്തിൽ 12-ാം ശ്ലോകം എടുക്കുക. 12 or 13 ആയിരിക്കും, കൃത്യം എനിക്ക് ഓർമ്മയില്ല ആ ശ്ലോകം. ആ ശ്ലോകം ഒന്ന് നിങ്ങൾ ചൊല്ലണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
മൂർധന്യാദായ പ്രാണം. എത്രാമത്തെ ശ്ലോകം? 12 12 തന്നെയാണ്. 12. സർവദ്വാരാണി സംയമ്യ. ദിവസവും എന്ത് ചെയ്യണം വെച്ചാൽ കുറച്ചു നേരം എല്ലാ ഇന്ദ്രിയങ്ങളും അടക്കിയിട്ട് ആസ്തേ മനസാസ്മരൻ, മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം? വല്ല നാമങ്ങളോ ഒക്കെ ജപിച്ച് മൂർധനിയാദായ പ്രാണം, പ്രാണനെ എങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂർധാവിലുള്ള പ്രാണന് ശക്തി കൊടുക്കണം. അപ്പം ഡെയിലി നിവർന്നിരുന്ന് കുറച്ച് നേരം ജപിക്കുമ്പോൾ എന്തുണ്ടാവും? മൂർധാവിലുള്ള പ്രാണൻ്റെ ശക്തി കൂടും. അപ്പം ഏതിൻ്റെ ശക്തി കുറയും? അങ്ങനെയുള്ളവർക്ക് മരിക്കാൻ ഒരു ഹോസ്പിറ്റലിലും പോണ്ട. കാരണം മരണത്തിൻ്റെ സമയത്ത് പ്രാണൻ കഴിഞ്ഞു, പരിപാടി സ്വസ്ഥായിട്ടിരുന്ന് മരിക്കാം. അതുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകൾ വലിയ ദുരിതം അനുഭവിക്കാതെ മരിച്ചത്. നമ്മളൊക്കെ കേൾക്കാറുണ്ട്, വാവിനോടനുബന്ധിച്ചു ആള് പോയി, ഇല്ലേ? അങ്ങനെയല്ലേ? പഴയ കാലത്ത് അങ്ങനെയല്ലേ? വാവൊക്കെ എടുക്കുമ്പം കുറച്ച് പ്രായമുള്ളവർക്ക് ഇത്തിരി അസഹ്യത ഉണ്ടെങ്കിൽ കാരണവന്മാർ പറയും വാവെടുത്തു, വാവെടുക്കാറായി, അതോടുകൂടി ആള് പോവും. മനസ്സിലാവുണ്ടോ ഈ പറയണത്? അപ്പം മൂർധാവിലൂടെയാണ് പ്രാണൻ മനസ്സിനെ കൊണ്ടുപോകുന്നത്. നിൽക്കട്ടെ. അപ്പം അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം. നമ്മൾ ഈ മരിച്ച് ബോഡി കത്തിക്കുമ്പോണ്ടല്ലോ, ബോഡി കത്തിക്കുന്ന സമയത്ത് ആദ്യം എവിടെ തീ കൊടുക്കുക? ഏത് ഭാഗത്താണ് തീ കൊടുക്കുക? കാൽഭാഗത്താണ്, അല്ലേ? അത് കഴിഞ്ഞാൽ തലയുടെ ഭാഗത്താണ്. കാൽഭാഗം കഴിഞ്ഞാൽ എന്നിട്ടാണ് മറ്റ് ഭാഗങ്ങൾ. അതിൻ്റെ ഒരു സമ്പ്രദായ പ്രകാരം ചെയ്യുന്നത്. ഇപ്പൊക്കെ പോയി, ഇപ്പം എവിടെയെങ്കിലുമൊക്കെ തീ കൊടുത്തിട്ട് തീർന്ന് ഭണ്ഡാരം പോയാൽ മതി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അങ്ങനെയൊരു ഉപദ്രവ രീതിയിലല്ലേ ഇതൊക്കെ മനുഷ്യൻ കാണുന്നത്. ആർക്ക് ആത്മാർത്ഥത ഉണ്ടോ? എങ്ങനെയെങ്കിലും ശല്യം തീർന്ന് കത്തിച്ച് തീർന്ന് അത് കഴിഞ്ഞു പോയി. അങ്ങനെയല്ലേ ഇപ്പോൾ? പോയി, കാലം മാറിപ്പോയി. പണ്ട് അതിനൊക്കെ ഒരു സമ്പ്രദായം ചിട്ടയും ഒക്കെ ഉണ്ടായിരുന്നു. അപാനൻ, പ്രാണൻ, ഇതിനെ രണ്ടിനെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് തീ കൊളുത്തുന്നത്. ശവം കത്തിക്കുന്നതിന് മുമ്പ് കുടത്തിലെ വെള്ളം കത്തിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു കുടം കൊണ്ട് പൊട്ടിക്കും, ഇല്ലേ? എന്തിനാത്? ആ വെള്ളം ചോർന്നു പോവുകയും ശരീരമാകുന്ന കുടം, ഈ മൺകുടം പൊട്ടി. പ്രാണൻ യാത്രയിലാണ്. ജലത്തിലൂടെ പ്രാണൻ യാത്ര ചെയ്യും. ഏതിലൂടെ? ജലത്തിലൂടെ. ഡാർവിൻ ജലത്തിലൂടെയാണ് പരിണാമം എന്ന് കണ്ടുപിടിച്ചു. നമ്മുടെ പൂർവികർ പറയുന്നു, ശ്വേതജം, അണ്ഡജം, ജരായുജം, ഉദ്ബീജം. ജീവന് പ്രകടമാവണമെങ്കിൽ ജലം വേണം. ശ്വേതം എന്ന് പറഞ്ഞാൽ ഈർപ്പം, വെള്ളമല്ലേ? അണ്ഡം എന്ന് പറഞ്ഞാൽ, അണ്ട എന്ന് പറഞ്ഞാൽ മുട്ട. പല്ലിയുടെ മുട്ടയിലും കോഴിയുടെ മുട്ടയിലും അതിൻ്റെ ഉള്ളിൽ വെള്ളമാണ്. ഇനി ബീജം, പട്ടിയായാലും പൂച്ചയായാലും മനുഷ്യനായാലും ബീജവും ജലമാണ്. ഇനി വിത്തിനകത്തും ഈർപ്പം വേണം. വിത്ത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മുളയ്ക്കില്ല. കാരണം അതിലെ വിത്ത് വറുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിലുള്ള ഈർപ്പം പോയി. അതോടുകൂടി ജീവനെ നിലനിൽക്കാൻ പറ്റും. അപ്പം ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതായത് ജീവൻ എന്ന് പറഞ്ഞാൽ മനസ്സും പ്രാണനും ചേർന്നതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പം പ്രാണന് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ ശരീരത്തിലെ മാംസം എന്ന് പറയുന്നത് ജലമാണ്. നമ്മുടെ ഈ മസിൽസുകളും ഈ മാംസമൊക്കെ എന്താണ്? ജലമാണ്. അതുകൊണ്ടാണ് ഈ ക്രിമേഷന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഉരുകി അങ്ങോട്ട് ബാഷ്പീകരിച്ചു പോകും. പിന്നെ ആകെ ഈ ഇലക്ട്രിക്കൽ ഇതിൽ കൊണ്ടുവച്ചാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഇലക്ട്രിക്കൽ ഇതിലേക്ക് ബോഡി വെച്ചാൽ എന്നൊരു ശബ്ദം കേൾക്കാം. ദോശമാവൊക്കെ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ശബ്ദം പോലെ എന്ന് വെച്ചാൽ അതിലെ എന്താണ് എന്നുള്ള ശബ്ദം വരാൻ കാരണം എന്താ? ആ ചൂടിലേക്ക് ആ വെള്ളം
തട്ടുമ്പോൾ അതങ്ങോട്ട് ബാഷ്പീകരിച്ചു പോവുക, ആവിയായി പോവാണ്. പിന്നെ ഈ എല്ല് മാത്രമേ ഉള്ളൂ. അപ്പം പ്രാണന് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതുകൊണ്ടാണ് മരണാനന്തര ക്രിയകളൊക്കെ ജലവുമായി ബന്ധപ്പെട്ട പുഴകളിലോ കുളങ്ങളിലോ തടാകങ്ങളിലോ ഒക്കെ ചെയ്യുന്നത്. മനസ്സിലാവുണ്ടല്ലോ എന്ത് കണ്ടുപിടുത്ത പൂർവികർ ചെയ്ത്. ഇന്ന് ഡാർവിൻ നമ്മളെ പഠിപ്പിക്കുകയാണ് എവല്യൂഷൻ ക്യാൻ ബി പോസിബിൾ ഓൺലി ത്രൂ വാട്ടർ. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ ഓരോ ഗ്രഹങ്ങൾ കാണുമ്പോഴും അവിടെ വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. കാരണം വെള്ളമുണ്ടെങ്കിലേ ജീവനുള്ളൂ എന്നുള്ളത്. ഭാരതത്തിലെ പൂർവികർക്ക് ഇത് മനസ്സിലായി. നിൽക്കട്ടെ, സമയം പോവുകയാണ്. അപ്പം ഈ അധ്യായം എടുത്ത് ഞാൻ ഫിനിഷ് ചെയ്യാണ്. പറയുന്നു, അങ്ങനെ യാത്ര ചെയ്ത് ഒരച്ഛനെയും അമ്മയെയും കിട്ടിക്കഴിഞ്ഞാൽ ഒരച്ഛൻ്റെ ശരീരത്തിൽ ജലത്തിലൂടെ കയറി രക്തത്തിൽ പ്രവേശിച്ച് ബീജമായി തീരും. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരമ്മയുടെ ശരീരത്തിൽ അത് നിക്ഷേപിക്കുന്നു, അങ്ങനെ കുഞ്ഞുണ്ടാകുന്നു. ഇനി ശ്രദ്ധിക്കണം, നമ്മുടെ പെൺകുട്ടികൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹം കഴിഞ്ഞ് ഇപ്പൊക്കെ കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ മരുന്ന് കഴിക്കവർ, പിന്നെ കുഞ്ഞുങ്ങളൊട്ട് ഉണ്ടാവില്ല. അപ്പം പിന്നെ ഹോർമോൺ കുത്തിവെക്കണം. കാരണം ഫിലോപ്പിയൻ ട്യൂബിൻ്റെ ഒക്കെ പ്രവർത്തനത്തെ അവർ കേടുവരുത്തും. അപ്പം കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് അവരനുഷ്ഠിക്കേണ്ട ഒരു വ്രതമുണ്ട്. അതിൻ്റെ പേരാണ് പയോവ്രതം. എന്താണ് ഇതെന്തിനാണത്? ഈ പയോവ്രതം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. കാരണം ശ്രദ്ധിക്കുക, ഒരാണിൻ്റെ ശരീരത്തിൽ നിന്നും ആയിരക്കണക്കിന് ബീജാണുക്കളാണ് അണ്ഡത്തിൻ്റെ നേരെ വരുന്നത്. ഒന്നും രണ്ടുമല്ല, അനവധി, നിരവധി. ഇതിൽ നല്ല ബീജത്തെ തിരഞ്ഞെടുക്കാൻ അണ്ഡത്തിനെ യോഗ്യമാക്കുന്ന ആ ഒരു അനുഷ്ഠാനത്തിൻ്റെ പേരാണ് പയോവ്രതം. അല്ലെങ്കിൽ എന്തു പറ്റും? നിങ്ങൾ നോക്കൂ, പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ നാടൻ മാങ്ങയില്ലല്ലോ, മാങ്ങയുടെ കൊല, മാങ്ങക്കൊലയില്ലേ, നാടൻ മാങ്ങയുടെ, അതിൽ മുഴുത്ത തുടമുള്ള നല്ല മാങ്ങയുണ്ടാവും, പേട്ട് മാങ്ങകളും ഉണ്ടാവും. ഉണ്ടാവുമോ? തെങ്ങിൻ കൊലയിലും ഉണ്ടാവാറില്ലേ? ഉണ്ടാവുമോ? ഇതുപോലെയാണ് മനുഷ്യ ശരീരത്തിൽ നിന്നും വരുന്ന ബീജത്തിൽ നല്ല ബീജവും ഉണ്ടാവും, അപകടം പിടിച്ച ബീജാണുക്കളും ഉണ്ടാവും. അണ്ഡം ആണ് ബീജത്തെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഏത് വ്രതം വേണമെന്ന് പറഞ്ഞത്. ഇത് അതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ ഓട്ടിസം, അതുപോലെ അമ്മയെ ഉപദ്രവിക്കുന്ന, വായിക്കാറില്ലേ, അച്ഛനെ തല്ലിക്കൊന്നു, അമ്മയെ കുത്തിക്കൊന്നു എന്നൊക്കെ. എങ്ങനെ വന്നു ഈ കുട്ടികൾ? ഇതൊക്കെ എന്തുകൊണ്ട് വന്നു? തിരഞ്ഞെടുത്തത് അതാണ്. മനസ്സിലാവുണ്ടോ? വ്യാസഭഗവാൻ സത്യവതി ദേവിയോട് പറഞ്ഞു, അംബികയോടും അംബാലികയോടും വ്രതമനുഷ്ഠിക്കാൻ പറയൂ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വ്രതമൊന്നും താല്പര്യമില്ല എന്ന്. വ്യാസരെ സ്വീകരിക്കാൻ തന്നെ അവർക്ക് മനസ്സുണ്ടായില്ല. പിന്നെ വംശം നിലനിൽക്കണമല്ലോ, അതിനു വേണ്ടി ശരീരം വഴങ്ങിക്കൊടുത്തു. മനസ്സില്ല, മനസ്സോടെയാണ് ആരെ സ്വീകരിച്ചത്? വ്യാസർക്ക് അപ്പോഴേ മനസ്സിലായി ഉണ്ടാവുന്നത് കണക്ക് തന്നെയെന്ന്. അങ്ങനെയാണ് അംബികയിലും അംബാലികയിലും അന്ധനായ ധൃതരാഷ്ട്രം, രോഗിയായ പാണ്ഡു. വ്യാസർക്ക് മനസ്സിലായി ഒരപകടമാണത്. എന്നാൽ അംബികയുടെ തോഴി വ്യാസകാൽക്കൽ വീണ്ടും പറഞ്ഞു, അവിടത്തേക്ക് വിരോധമില്ലെങ്കിൽ എനിക്കൊരു പുത്രഭാഗ്യം തരണം. എന്ത് വ്രതം വേണമെങ്കിലും ഞാൻ അനുഷ്ഠിക്കാൻ. വ്യാസഭഗവാൻ പറഞ്ഞു കൊടുത്ത വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചു. അതിലുണ്ടായ കുട്ടിയാണ് ധർമ്മജ്ഞനും നീതിമാനും സത്യസന്ധനുമായ വിതുരര്. ഈ വ്രതനിഷ്ഠകളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അപകടകാരികളായ കുട്ടികൾ വരും. അതുകൊണ്ട് ഈ പയോവ്രതത്തെക്കുറിച്ച് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നാളെ പറയാം നമുക്ക്. ഏതായാലും അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റോടെ പിന്നീട് കുഞ്ഞുണ്ടാവുന്നത് എങ്ങനെയാണ്. അപ്പം അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഗർഭപാത്രത്തിൽ വെച്ച് ആദ്യം ഭ്രൂണം, ശരീരം ആദ്യം തലയാണ് രൂപപ്പെടുത്തുക. ഏതാണ്?
ഒരു കുഞ്ഞിൻ്റെ ആദ്യം വളരുന്ന ഭാഗം തലയാണ്. അതെന്തിനാ ഈ തല വളർന്നത് ആദ്യം? കാരണം തല വളർന്ന് ഈ തലയുടെ മൂർധാവ് ഭാഗത്തൊരു സുഷിരമുണ്ട്. കൊച്ചുകുട്ടികളുടെ തലഭാഗം തൊട്ട് കഴിഞ്ഞാൽ ഒരു വളരെ സോഫ്റ്റ് ഏരിയ കാണാം, അല്ലേ? ഇതിൻ്റെ പേര് ബ്രഹ്മരന്ധ്രം എന്നാണ്. ഈ സുഷിരത്തിലൂടെയാണ് പ്രാണൻ അകത്തേക്ക് കയറുന്നത്, മനസ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പിന്നീട് കാലുകളും കൈയൊക്കെ വളർന്ന്, ആ വളർച്ച നോക്കൂ നിങ്ങൾ. മാസേന ശിരോ, ഇവിടെ നിങ്ങളുടെ നോക്കൂ, 1-ാമത്തെ മാസം ശരീരത്തിന് ശിരസ്സുണ്ടാവും, 2-ാമത്തെ മാസം ബാഹ്യങ്ക്രിയാതങ്ക വിഗ്രഹ, കൈകാലുകളുണ്ടാവും, 3-ാമത്തെ മാസം ആകുമ്പോഴേക്കും ലിംഗഛിദ്രോദ്ഭവത്രപി, ആണെന്നോ പെണ്ണെന്നോ ഉള്ള ലിംഗം മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് സോണോഗ്രാഫി അതാ പറയുന്നത്. ഒരു 3-ാമത്തെ, ഒരു 6-ാമത്തെ 7-ാമത്തെ ഒരാഴ്ചയാകുമ്പോഴേക്കും കുട്ടിയാണെന്നോ പെണ്ണെന്നൊക്കെ അറിയാൻ സാധിക്കും. അപ്പോഴേക്കും ഒരു 3-ാമത്തെ മാസം ആയിക്കഴിഞ്ഞു. 4-ാമത്തെ മാസം ആകുമ്പോഴേക്കും ആംബലിക്കൽ കോഡ് കണക്ട് ചെയ്തു. ചതുബി സപ്തധാതു കിട്ടണമെങ്കിൽ അമ്മയിൽ നിന്ന് വേണം. 5-ാമത്തെ മാസം ആകുമ്പോഴേക്കും കുട്ടി ഒരു വളർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞു. കുട്ടിക്ക് ക്ഷുത്രിഡ്ഭ, വിശപ്പ്, ദാഹമൊക്കെ വരും. 6-ാമത്തെ മാസം കുക്ഷോഭ്രാമ്യതി ദക്ഷിണേ. ഇതൊക്കെ കപിലൻ്റെ വാക്കുകളാണ്. എങ്ങനെ കപിലൻ ഓരോ മാസവും പഠിച്ചു. ഇത് ഇന്നത്തെ കാലത്ത് സ്കാനിങ് സിസ്റ്റങ്ങളുണ്ട്. അന്ന് ഒരു സ്കാനിങ്ങും ഇല്ലാതെ എക്സാക്ട്ലി ഒരു വയറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ കപിലൻ എഴുതി വച്ചിരിക്കുകയാണ്. 31-ാമത്തെ അധ്യായമാണ് ഞാൻ ഈ വായിക്കുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെ സ്പീഡിൽ പറയുന്നത് നോക്കണ്ട, ആ ശ്ലോകങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെ നിന്ന് കിട്ടി കപിലൻ ഇത്രയും ഡീറ്റെയിൽസ്? അത് കഴിഞ്ഞ് കുട്ടി ക്രമേണ താഴോട്ട് വരികയാണ്. ഈ വരുന്ന നിമിഷം ഇനി മുതൽ അമ്മ കഴിക്കുന്ന ആഹാരം ശ്രദ്ധിക്കണം. കൂടുതൽ എരിവും മറ്റുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ശരീരത്തിനത് ചില അസ്വസ്ഥതകളുണ്ടാക്കും. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഈ കുട്ടി കോഡിലൊക്കെ പോയി കുരുങ്ങുന്നതും പിന്നെ ചിലപ്പം സിസേറിയനൊക്കെ വേണ്ടി വരുന്നതും. അതുകൊണ്ട് ഗർഭിണി ഭക്ഷണത്തിൽ വളരെയധികം നിഷ്കർഷ വയ്ക്കണം. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ കപിലൻ പറയുകയാണ്. എന്നിട്ട് പിന്നെ ആ കുട്ടി അമ്മയുടെ വയറ്റിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ ഉണ്ട്. അതായത് അമ്മ കഴിക്കുന്ന ഭക്ഷണം കട്ടു, ആമ്ല, ലവണ, അത്യുഷ്ണമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ കൃമിഭിക്ഷത സർവാംഗി, കുട്ടിയെ വളരെ അവിടുത്തെ ഈ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ഇത്തിരി എക്സ്ക്രീറ്റ മലമൊക്കെ പോകുന്നുണ്ട്. അതിലൊക്കെ ചില ഫംഗസുകളും മറ്റും കുട്ടിയെ വല്ലാതെ അങ്ങോട്ട് ഉപദ്രവിക്കും, മിച്ചിങ്ങൊക്കെ. അതുകൊണ്ടാണ് ചില കുട്ടികളൊക്കെ ജനിച്ചു വരുമ്പോൾ അവരുടെ പുറകുഭാഗത്തൊക്കെ റാഷ് പോലെയൊക്കെ കാണും ചില കുട്ടികൾക്ക്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അമ്മമാർ ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഗർഭിണികൾ, അല്ലെങ്കിൽ ഇതൊക്കെ കുട്ടിയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കപിലൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, 6-ാമത്തെ മാസം ആകുമ്പോഴേക്കും അമ്മമാർ ഇത്തിരി നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്താൽ ആ കുട്ടിയുടെ ബോധമണ്ഡലം ഉണരും. ഒരു കുട്ടിയുമായിട്ടുള്ള അമ്മയുടെ ബന്ധം തുടങ്ങുന്നത് കേവലം ഭക്ഷണത്തിലൂടെ മാത്രമല്ല, ആത്മീയമായ വിചാരത്തിലൂടെ വേണം. ഇത് അമ്മ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ കേൾപ്പിക്കണം. അതിനാണ് പണ്ട് കാലത്ത് ഈ ഗർഭിണികളൊക്കെ സപ്താഹമൊക്കെ കേൾക്കും, ഭാഗവതമൊക്കെ കേൾക്കും. മനസ്സിലായില്ലേ? ഇന്നതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടൊക്കെയാണ് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ളൊരു നല്ല ബന്ധം കുറഞ്ഞു വരിക. പറഞ്ഞ അനുസരണ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളിൽ ഇല്ലാതെയായിപ്പോയി. അത് തന്നെ മനസ്സിലാക്കാമല്ലോ. കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തതിന് കാരണം ആ കണക്ഷൻ വിട്ടുപോയി. എല്ലാം ജോലി 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 എന്ന് പറഞ്ഞാൽ ഈ വയറും കൊണ്ട് ജോലിക്ക് പോവുകയാണ്, അവിടെ പ്രാഗി ഇവിടെ കുറ്റം പറഞ്ഞ് ഈ കുട്ടികളല്ലേ നമുക്കുണ്ടാവുള്ളൂ. ഏതായാലും കപിലൻ അമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതം പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്. അനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ ക്രമേണ ഉയർത്തി പൂർണ്ണതയിലേക്ക് എത്തുക. അങ്ങനെ അമ്മ ആ പൂർണ്ണതയിലേക്ക് എത്തി അമ്മയുടെ ജീവിതം ധന്യമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് കാപിലയോപാഖ്യാനം ഉപസംഹരിപ്പിക്കുന്നത്. ഏവം കപിലൻ പറഞ്ഞ പ്രകാരം ആത്മാനം ബ്രഹ്മനിർവാണം, അമ്മ തൻ്റെ ജീവിതത്തെ പൂർണ്ണതയിലെത്തിച്ചു. അമ്മയ്ക്കൊരു വിഷമമുണ്ടായില്ല, ഭർത്താവ് പോയി അതിലും ദുഃഖിച്ചില്ല, മകനും കുറച്ച്. കപിലൻ ഇതൊക്കെ പറഞ്ഞ് കപിലൻ സ്ഥലം വിട്ടു. കപിലനും പോയി ഒറ്റയ്ക്കുള്ള ജീവിതം അനുഷ്ഠാനത്തിലൂടെ ധന്യമാക്കിയ അമ്മയാണ് കപിലൻ്റെ അമ്മയായ ദേവകൂതി. അപ്പം ഈ ഭാഗം പറഞ്ഞു നിർത്തുന്നു.